നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ റമളാനിന്റെ ലാസ്റ്റ് നല്ല സമ്പന്നനും ഉദ്യോഗസ്ഥനും സുമുഖനും സുന്ദരനുമായൊരു ചെറുപ്പക്കാരനോട് കല്യാണം നിശ്ചയിച്ചൊരു പെണ്ണാണ് ഒരു അന്യമതക്കാരനോടൊപ്പം ചാടിപ്പോണത്. പലരും പറഞ്ഞു അവളത് ശ്രദ്ധിച്ചതേയില്ല, എൻ്റെ ഏട്ടൻ എന്നെ പറ്റിക്കൂല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഇതേ ഈ മാസത്തിന്റെ ഫസ്റ്റിൽ തിരിച്ചോടി വന്നിരിക്കുന്നു. അയാൾ വൈകൃത ഉണ്ട് എന്നും പറഞ്ഞിട്ട്, അയാൾ മദ്യം കുടിക്കാൻ നിർബന്ധിക്കാന്ന് പറഞ്ഞിട്ട്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ സെക്സ് ഹറാസ്മെന്റിന് വിധേയമാക്കുകയാണെന്നും പറഞ്ഞിട്ട്. ഒരു ക്രൈസ്തവനാകുന്ന ചെറുപ്പക്കാരനോടൊപ്പം ഓടിപ്പോയ പെണ്ണ് ഇന്നലെയാണ് തിരിച്ചു വന്നത്. വീട്ടുകാരുടെ പിന്തുണ ഉണ്ടാവില്ലേ? സ്നേഹിക്കേണ്ട സമയത്ത് അത് കിട്ടൂല, താങ്ങി നിർത്തേണ്ട സമയത്ത് ഒരു തോളും അവർക്ക് വേണ്ടി കുനിയില്ല. ഇതുകൊണ്ട് വല്ലാത്ത ദുരന്തം അനുഭവിക്കുന്നു. എറണാകുളത്ത് ഒരു പെൺകുട്ടി അവിഹിത ഗർഭമായിട്ട് നടന്നു. അവസാനം ടോയ്ലറ്റിൽ വെച്ച് സ്വന്തമായി പ്രസവിച്ചു. എങ്ങനായിരിക്കും? 4-5 സിസ്റ്റർമാരും ഡോക്ടറും ബന്ധുക്കളൊക്കെ പുറത്തു നിന്നും ദ്വാരക്കലും ഒക്കെ കൂടെ ആയാൽ തന്നെ അതിന്റെ പ്രയാസം നമുക്ക് കേട്ടറിയാം. ബാത്റൂമിൽ വെച്ച് സ്വന്തം പ്രസവിച്ചു. ആ കുഞ്ഞിനെ അവൾ കഴുത്ത് ഞെക്കി കൊന്നു, ആ ചോര പൈതലിനെ. ആ ബേജാറിൽ അവൾ ഒരു കവർ തെരഞ്ഞു നടന്നു. കിട്ടിയ കവറിൽ ആ കുഞ്ഞിന്റെ ബോഡി ഇട്ടിട്ട് 6ാം നിലയിൽ നിന്ന് അവൾ ഒരു പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം ഏതോ തൊഴിലാളികളാണ് ഉറുമ്പരിച്ച് കവറ് കാണുന്നത്. അവർ തുറന്നു നോക്കുമ്പോൾ ചോര പൈതൽ. ആ കുഞ്ഞിന്റെ 2 കണ്ണും ഉറുമ്പ് തിന്നിട്ടുണ്ടായിരുന്നു. യാതൊരുവിധ ബാലാവകാശ കമ്മീഷനും വരില്ല. ഈ കുട്ടിക്ക് ജീവിക്കാൻ അവകാശമില്ലായിരുന്നു. ഇങ്ങനെ അവിഹിതമായി ഗർഭം ധരിക്കുന്നതിനെ തടയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ കുട്ടിയുടെ പല ഭാഗങ്ങളിൽ എറുമ്പുകൾ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന് വല്ലാതൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. അവള് കവറായിട്ട് ഉപയോഗിച്ചത് അവൾക്ക് പാഴ്സൽ വന്നൊരു കവറായിരുന്നു. ഫുൾ അഡ്രസ്, ഫുൾ ഡീറ്റെയിൽസ് വഴിയൊക്കെ അതിലുണ്ടായിരുന്നു. ബേജാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ അവൾക്കൊരു മത്തി വാങ്ങിയ കവർ കിട്ടിയില്ലെന്നർത്ഥം. കിട്ടിയത് പുറമൊന്നും കാണാത്ത നല്ല കടലാസിന്റെ കവറാണ്. അതിലിട്ട് അവള് വലിച്ചെറിഞ്ഞ്. പക്ഷെ അതിലവളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് വന്ന കവറായിരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട്. ഇതാണ് പുതിയ ട്രെൻഡിന്റെ പിറകിൽ പോയിട്ട് കല്യാണം വേണ്ടെന്ന് വെക്കുന്ന പെൺകുട്ടികൾക്ക് വരാനുള്ളത്. ഒരു കുറച്ചുകാലം ഒരു ഊക്കിൽ അതൊക്കെ പോകും. അത് കഴിഞ്ഞാൽ ജീവിതം തന്നെ ദുസ്സഹമാകും. ഇത്തിരി കുഴങ്ങുന്നൊരു സമയം വരും. അന്ന് താങ്ങാൻ ആള് വേണം, ഇരുന്ന് സംസാരിക്കാൻ ആള് വേണം, സാരല്ലെന്ന് പറയാൻ ആള് വേണം, നമുക്ക് പരിഹരിക്കാമെന്ന് സാന്ത്വന വചനം പറയാൻ സ്വന്തക്കാരൻ ആരെങ്കിലും ഒരാൾ വേണം. ഭയങ്കര വിപ്ലവകാരിയായിരുന്നു സുകുമാർ അഴീക്കോട് മാഷ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ചു അയാൾ. അവസാനം വരെ പൊരുതി നിന്നു, വീണു ഒരു ദിവസം. അതോടുകൂടെ തൻ്റെ പഴയ കാമിനിയാകുന്ന ടീച്ചറെ ഓർമ്മ വന്നു. ടീച്ചർ ഒന്ന് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. അയാളും ഈ ടീച്ചറും നടത്തിയ പ്രണയക്കത്തുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവരെഴുതിയ കത്തുകൾ പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവസാനം ഒന്ന് കാണണമെന്ന് കരുതി പത്രക്കാരൊക്കെ എവിടുന്നെയോ ടീച്ചറെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നു. ഒരു ഊക്കിൽ ഇതൊക്കെ നടക്കുന്നു. തളർന്നിങ്ങനെ തുടങ്ങുന്നതോടുകൂടി ഒരു താങ്ങ് ആവശ്യമായി വരും. അപ്പൊ വല്ലാതെ തോറ്റുപോകും, 100% തോറ്റുപോകും. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കുക. പരിശുദ്ധമായ മനുഷ്യൻ, ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടി, ഈ സൃഷ്ടിക്ക് കുടുംബജീവിതത്തിലൂടെ മാത്രം ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു അവനെ പഠിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് ആരെയും ആശ്രയിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുമ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ 1% പോലും ബുദ്ധിവികാസമില്ലാതെയാണ് പിറന്നു വീഴുന്നത്. സൂറത്ത് റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള 6 വാക്യങ്ങൾ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഖുർആനിൽ അവിടെ മാത്രമുള്ള 6 സൂക്തങ്ങൾ ഒരേപോലെ തുടങ്ങുന്നത്. അതിൽ 2ാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇടയെ പടച്ചു തന്നു. അവർക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അള്ളാഹു നിക്ഷേപിച്ചു. മവദ്ദത്ത് പ്രണയം, റഹ്മത്ത് കാരുണ്യം. ഭർത്താവിന് എന്തെങ്കിലും ചെറിയ വിഷമം വരുമ്പോഴത്തേന് മനസ്സ് നോവും. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേദന വരുമ്പോഴത്തേന് അയാളുടെ മനസ്സ് പടഞ്ഞു പോകും. പിന്നെ പുരുഷന്മാർക്ക് ഒരു തകരാറുണ്ട്. ഈ സ്നേഹവും ഈ ഒരു വിഷമവും സങ്കടമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റില്ല, കഴിയാത്തൊരു പ്രശ്നമുണ്ട്. 2ാമത്തത് അവരുകൂടെ പ്രകടിപ്പിച്ചാൽ ആകെ കൊളാവില്ലെന്ന് കരുതിയിട്ട് അവർ കടിച്ചമർത്തി വെക്കും. കൈതപ്രാണ് അത് കുറച്ച് മനോഹരമായി അവതരിപ്പിച്ചത്.
ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ കരയുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. അറിയാതെ ആയിരിക്കും അവർ കരയില്ല, പച്ചക്ക് കരയില്ല. ഈ ഒരു വിധത്തിലാണ് മനുഷ്യനെ പടച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക മറ്റ് സസ്തനികളുടെ കാര്യം. ജനിച്ചു വീഴുമ്പോഴേ പ്രായപൂർത്തിയായ അതേ വർഗത്തിലെ മൃഗത്തിന്റെ 80% ബുദ്ധിവികാസം അവറ്റങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ജനിച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ആട്ടുംകുഞ്ഞ് സ്വന്തം എണീക്കണത്, ഉമ്മയാടിന്റെ അകിട് കണ്ടുപിടിക്കണത്, പാല് കുടിക്കണത്. ആരും പിടിച്ചു കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും, അത് അവർക്ക് ആവശ്യമല്ല, നമ്മൾ ചെയ്തു കൊടുക്കണതാണ്. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ആട്ടുംകുട്ടിന് ഇവിടെയാണ് അകിടുള്ളത്, അവിടെയാണ് പാല് കുടിക്കേണ്ടത്. പിറ്റേ ദിവസം ആകുമ്പത്തിന് തളിരിലകൾ തിന്നു തുടങ്ങണത്, നമ്മുടെ കുഞ്ഞു മക്കളോടൊപ്പം മുറ്റത്തൂടെ ഓടിക്കളിക്കണത്. ഇനി ഒരു മനുഷ്യക്കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ജനിച്ച ഉടനെ ഒരു ഉമ്മ മനുഷ്യക്കുട്ടിനെ ഉപേക്ഷിക്കണത്, അവിടെ കടന്നു മരിക്കും. അല്ലാതെ മെല്ലെ മെല്ലെ അള്ളിപ്പിടിച്ചു വന്നിട്ട് പാല് കുടിച്ചിട്ട് പോഷകം സ്വീകരിച്ചിട്ട് കുട്ടപ്പനായി വരുമോ? അവിടെ കടന്നു മരിക്കും. ഗംഗാരുവിന്റെ കുഞ്ഞിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ജനിക്കണ സമയത്ത് 3 ഗ്രാമാണ് ഉണ്ടാവുക, 1 സ്പൂണിൽ കൊള്ളും. ചില വർഗം കങ്കാരുകൾ 100 കിലോക്ക് അപ്പുറം ഉണ്ടാവും. ആ 100 കിലോയായി മാറുന്ന സാധനം 3 ഗ്രാമാണ് ജനിക്കുമ്പോൾ ഉള്ളത്. ചെറിയൊരു സ്പൂണിൽ കോരി എടുക്കാൻ പറ്റും. ഇതിനൊരു ചെറിയ കൈ പോലത്തെ സാധനമാണ് ഉണ്ടാവുക. വികസിച്ച കണ്ണുണ്ടാവില്ല, ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു ഡോട്ട് ഉണ്ടാവും. ജനിച്ച ഉടൻ തള്ളകങ്കാരുവിൻ്റെ വയറിനടിയിലുള്ള രോമങ്ങളിലൂടെ അള്ളിപ്പിടിച്ച് അതിന് ഇനി വളരാനുള്ള ബാഗിലേക്ക് അത് കയറിയിരിക്കുന്നു. ആരാ? ഈ കുഞ്ഞു കങ്കാരുക്കുട്ടി വിന്ന്. കുഞ്ഞ് എന്ന് പറഞ്ഞാൽ എത്രമേൽ കുഞ്ഞ്. അള്ളിപ്പിടിച്ച് കയറി തൻ്റെ ബാഗ് കടന്ന് ബാക്കി വളർച്ച പൂർത്തിയാക്കാൻ തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. ഈ റബ്ബിനെ കുറിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയോട് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവത്തിന് വേണ്ടി പോണ സമയത്ത് ഫമൻ റബ്ബുക്കുമായ മൂസ എന്ന് ചോദിക്കുന്നുണ്ട് ഫറോവ. മഹാനുഭാവൻ എന്താ പറഞ്ഞേ? സൂറത്ത് ത്വാഹയുടെ 50 മുതൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എൻ്റെ റബ്ബാന എല്ലാ വസ്തുക്കളെയും പടച്ചു, ആവശ്യമായ നിർദ്ദേശങ്ങൾ യഥാസമയം നൽകിക്കൊണ്ടിരിക്കുന്നവൻ. അതാ കങ്കാരു കുഞ്ഞുവിന് സ്കൂളിൽ പോകാതെ വേറൊരു പ്രായപൂർത്തിയായ കങ്കാരു വഴി കാണിച്ചു കൊടുക്കാതെ അതിൻ്റെ ആ അമ്മയുടെ ബാഗിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി തോന്നൽ കൊടുക്കുന്നത്. വലിയൊരു അത്ഭുതമാണ് കങ്കാരു. പരിണാമക്കാർക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരു മഹാസംഭവം. മുന്നേ വന്ന 3 മാസം 4 മാസമായ ഇടക്കിടക്ക് ഇങ്ങനെ തലേന്ന് ബാഗിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് വെക്കണ കങ്കാരു അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആ കങ്കാരുവിൻ്റെ ചാടലിലും മറിയലിലും ഈ കുഞ്ഞു സ്പൂൺ കങ്കാരുവിനൊന്നും പറ്റാതിരിക്കാൻ അവർക്കിടയിൽ ഒരു ഡിവൈഡർ രൂപപ്പെടും. ആരുണ്ടാക്കിയ ഡിവൈഡർ? ഒരേ സ്ഥലത്തിൽ നിന്ന് ഈ കുഞ്ഞു കങ്കാരുവിൻ്റെ സിറിഞ്ച് പോലത്തെ ഒരു സംഗതി അതിൻ്റെ വായിലേക്ക് എത്തും. ഡയലൂട്ടായ പാല് കിട്ടും, വെള്ളച്ചായ പോലത്തെ വെള്ളം ചേർത്ത് നേർപ്പിച്ച പാല് കിട്ടും. അതേ അതിന് പറ്റുള്ളൂ. അതേസമയം മൂത്ത കങ്കാരുവിന് നല്ല സ്ട്രോങ് ആയ പാലും വരും. എങ്ങനെ ഒരേ സമയം ഒരേ സ്ഥലത്തിൽ നിന്ന് കുഞ്ഞു കങ്കാരുവിന് ഡയലൂട്ടായ പാലും വലിയ കങ്കാരുവിന് നല്ല കട്ടിയുള്ള നെയ്യുള്ള കൊഴുപ്പുള്ള പാലും കിട്ടുന്നത്? അവനാണ് അല്ലാഹു. അത് കൊടുക്കണവനാണ് അല്ലാഹു. ഒരു പരിണാമം കൊണ്ട് ഇത് വിശദീകരിക്കാൻ പറ്റില്ല. നാച്ചുറൽ സെലക്ഷൻ ഇവിടെ ഒരു സാധ്യതയില്ല. ഏതോ ഒരു കങ്കാരു പ്രസവിച്ചു, അതിൻ്റെ കുട്ടി അങ്ങനെ പ്രായം തികയാത്തതുകൊണ്ട് മരിച്ചുപോയി. പിന്നെയും പ്രസവിച്ചു. കുറേ കാലം ഇങ്ങനെ പ്രസവിച്ചപ്പോൾ ആ കങ്കാരുവിന് തോന്നി അതിനങ്ങ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തിരികണമെന്ന്. അങ്ങനെ തിരികി കുറേ കാലമായപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാകണ ചെറിയൊരു പോക്കറ്റ് രൂപപ്പെട്ടു. അതിൽ ജീവിക്കാൻ പറ്റാതായി. പിന്നെയും തിരികിയപ്പോൾ എത്ര വലിയ പോക്കറ്റ് വന്നു. പിന്നെ ഇങ്ങനെ കുറേ കാലം തിരികിയപ്പോൾ സൈഡിലുള്ള പോലത്തെ വലിയ പോക്കറ്റ് വന്നു. പിന്നെയും തിരികിയപ്പോൾ ബാഗ് വന്നു എന്നൊക്കെ പറയാൻ ധൈര്യമുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടാവില്ല. കാര്യം അങ്ങനെ കുറേ കാലം ചെയ്യുമ്പോഴേക്ക് കങ്കാരു വംശം തീർന്നിട്ടുണ്ടാകും. ഇത് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടക്കണതല്ല. ഒരു സ്പെഷീസിൽ നിന്ന് മറ്റൊരു സ്പെഷീസ് രൂപപ്പെടണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം വേണം. അങ്ങനെ നോക്കുമ്പോൾ ഭൂമി ഉണ്ടായിട്ട് തന്നെ അത്രയും സമയമായിട്ടുണ്ടാവില്ലേ. റബ്ബ് തആല അങ്ങനെ പഠിച്ചു എന്നുള്ളതല്ലാതെ ഒരു ഉത്തരവില്ല. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ.
എൻ്റെ റബ്ബാരാണ്, എല്ലാ ജന്തുക്കളെയും പടച്ചു, അവയ്ക്ക് വേണ്ട നിർദ്ദേശം യഥാസമയം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ആട്ടിൻകുഞ്ഞ് തൊട്ടാവാടി തിന്നണത്. മുള്ളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. വളരെ മാംസളമായ കമ്മ്യൂണിസ്റ്റ് അപ്പം അവിടെ ഇരിക്കുന്നുണ്ട്, തൊട്ട് നോക്കൂല ആട്ടിൻകുഞ്ഞ്. ആരാ കമ്മ്യൂണിസ്റ്റ് അപ്പം തിന്നരുതെന്നും മുള്ളുണ്ടെങ്കിൽ പോലും തൊട്ടവാടി തിന്നണമെന്നും ആട്ടിൻകുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തത്? ഒരു സ്കൂളും ഇല്ലല്ലോ അങ്ങനെ. അവരാരെങ്കിലും അങ്കണവാടിക്ക് ചേർക്കുന്നുണ്ടോ? അവിടെ നിയമങ്ങളുണ്ടോ? അവരുടെ ലോകത്ത് പോലീസുണ്ടോ? പട്ടാളുണ്ടോ? നമ്മുടെ കുട്ടികളുടെ ജംഗിൾ ബുക്കിലും കഥ ബുക്കിലുമൊക്കെ സിംഹം രാജാവാകും, കുറുക്കൻ മന്ത്രിയാവും. കുറുക്കനെയും സിംഹനെയും വെച്ചിട്ട് മനുഷ്യന്മാർ കഥ എഴുതണോണ്ടാ. ഓല ലോകത്ത് അങ്ങനൊന്നുമില്ല. സിംഹത്തിന് അറിയില്ല രാജാവാണ്, കുറുക്കനറിയില്ല മഹാരാജാവിന്റെ മന്ത്രിയാന്ന്. ഈ നിയമങ്ങളും ഒരു കോടതിയില്ലാതെ എങ്ങനെയാണ് ഈ ആടിന് ഇങ്ങനത്തെ വിദ്യാഭ്യാസം കിട്ടുന്നത്? എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പ് നൽകുന്നു, പിന്നെ ആവശ്യാനുസരണം നിർദ്ദേശം നൽകുന്നു.